ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടും ഇന്ന് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കണ ഒരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം ഒരു 4-5 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതൊന്ന് കുതിർന്ന് വരട്ടെ. ഇതിപ്പോൾ 4-5 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കത് അരച്ചതിന് ശേഷം പൊളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കതിനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിന് പൊളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 10-25 ചെറിയ ഉള്ളിയും പിന്നെ ചെറിയ പീസ് ഇഞ്ചിയും ഒരു 7-8 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത മാവിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിലേക്ക് ഈ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് പിടിക്കണം. അതിനുവേണ്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി അതിനുശേഷം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു ദോശപ്പാൻ നന്നായിട്ട് ചൂടായി എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് എത്രയാണോ മാവ് ആവശ്യമുണ്ടെങ്കിൽ അത്രത്തോളം മാവ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം പരത്തിയെടുക്കുക. ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. അങ്ങനെ ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കങ്ങനെ ഓരോന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആ സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും.